ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ശനിയാഴ്ച ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ബുക്കിങ്ങുമായി കുതിച്ചുയരുകയാണ്. മണിക്കൂറിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നു. സിനിമയുടെ ഗംഭീര അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ടാം ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറെയും തമിഴ്നാട്, കർണാടക, അതേപോലെ തന്നെ USA തുടങ്ങിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയ തുടങ്ങിയ ന്യൂസിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക, ഒപ്പം വീഡിയോ മുഴുവനായി കാണാനും ശ്രമിക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യം 3യുടെ ആദ്യ നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ റെക്കോർഡാണ് ഈ ഒരു സിനിമ ഇട്ടിരിക്കുന്നത്. ഓവർസീസ് റാമ്പേജ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. $4.65 മില്യൺ സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയോടെ അത് $6 മില്യൺ മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ദൃശ്യം 3യുടെ സെൻസേഷണൽ ഫ്രൈഡേ നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് USAയിൽ നിന്ന് $500,000 അതായത് $5 ലക്ഷം, കാനഡയിൽ നിന്ന് $2.5 ലക്ഷം സിനിമ നേടിയിരിക്കുന്നത്. മൊത്തം $750,000 സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 1 മില്യണിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ദൃശ്യം 3യുടെ തെലുങ്ക് സ്റ്റേറ്റ് 2 ദിനത്തെ അപ്ഡേറ്റുകളിലേക്ക് കടന്നു വരാം. അവിടെ ഗ്രോസായി വന്നിരിക്കുന്നത് $3.50 ലക്ഷം, ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി വന്നിരിക്കുന്നത് $1.72 ലക്ഷം. അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു ഹോൾഡാണ് ഈ 2 ദിവസവും. മൂന്നാം ദിവസവും സിനിമയ്ക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള കളക്ഷൻ പോകും. രണ്ടാം ദിനം സിനിമ നേടിയത് $1.25 ലക്ഷം മുകളിലാണ്. ഒരു വർക്കിംഗ് ഡേ ആണ് എന്നുള്ളതും അതും അന്യഭാഷാ ചിത്രത്തിന് തെലുങ്കാനയിൽ ലഭിക്കുന്ന ആ ഒരു കളക്ഷൻ ഒന്ന് കാണുമ്പോൾ ഞെട്ടിപ്പിക്കുമെന്ന് തന്നെ പറയാം. ഇനിയും സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമാണുള്ളത്. തെലുങ്കാനയിൽ $2.17 ലക്ഷം 2 ദിനം കൊണ്ട് നേടിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് $1.33 ലക്ഷം. മലയാള സിനിമ ഏത് റേഞ്ചിൽ വളരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ മോഹൻലാൽ കൂടി ഉണ്ടെങ്കിൽ അത് ആളിപ്പടരാൻ സിമ്പിളാണ് എന്നുള്ളത്. ഏറ്റവും വലിയ ഹെവി ടാസ്ക് ആണെന്ന് തോന്നുന്നത് മോഹൻലാൽ ഉണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ടാസ്ക്കായി മാറുന്നത് നമ്മളിവിടെ കാണുകയാണ്. മണിക്കൂറിൽ 20,000-ന് മുകളിൽ ശനിയാഴ്ചയും, അതായത് ആദ്യ ദിനം 42,000-ന് മുകളിലോ അല്ലെങ്കിൽ 35,000-40,000-ന് ഇടയിലാണെങ്കിൽ രണ്ടാം ദിനവും 30,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുമ്പോൾ ഇപ്പോൾ 20,000-ന് മുകളിൽ ആണ് ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ 10 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് വിറ്റുപോയത്. ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യങ്ങളുമൊക്കെ വരാം. അവിടെ 2 ദിവസത്തെ ഗ്രോസായി വന്നിരിക്കുന്നത് $2.39 ലക്ഷം സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായിട്ട് $1.7 ലക്ഷം തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അതിഗംഭീര ഹോൾഡാണ് വർക്കിംഗ് ഡേ ആയിട്ടും അവിടെയും. അതായത് തെലുങ്ക് പോലെ തന്നെ നടക്കുന്നു. മൂന്നാം ദിനം സൂപ്പർ സ്ട്രോങ് ആയി നടക്കുന്നു എന്നുള്ളതാണ്. അതായത് മൂന്നാമത്തെ ദിനം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി അല്ലെങ്കിൽ 4.25 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ദൃശ്യം 3യുടെ റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഇടുമ്പോൾ ഇനി നമ്മളേവരും ഉറ്റുനോക്കുന്ന GCC രാജ്യമാണ്. GCC രാജ്യങ്ങളിൽ 2 ദിവസത്തെ ക്യുമുലേറ്റീവായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ $2.66 മില്യൺ GCCയിൽ നിന്ന് കത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്നതെന്ന് പറയാം. മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഏരിയ GCC തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മലയാള സിനിമയ്ക്കും കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നത് GCC രാജ്യങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ 2.66 മില്യനാണ് 2 ദിവസം. ഇന്നുകൊണ്ട് അത് 3.25 അല്ലെങ്കിൽ 4 മില്യണിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. അതേപോലെ UAE റാമ്പ് തുടങ്ങുകയാണ് ഇന്ന് മുതൽ. അതുപോലെ ദൃശ്യത്തിൻ്റെ കർണാടക ഗ്രോസ് അല്ലെങ്കിൽ 5 കോടി കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതും ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇനി കേരളത്തിൽ നമുക്ക് ആദ്യ ദിനം 11.5 ലക്ഷം നേടിയെങ്കിൽ രണ്ടാം ദിനം സിനിമയ്ക്ക് ഏകദേശം 9 കോടിക്ക് മുകളിലാണ് നേടിയത്. അങ്ങനെ 2 ദിവസത്തെ കളക്ഷനിലൂടെ മാത്രം സിനിമയ്ക്ക് 20 കോടി കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. മൂന്നാം ദിനം നമ്മൾ പ്രീസെയിലൂടെ കണ്ടു 7 കോടി മേടിച്ച സിനിമ ഇപ്പോൾ 9 കോടിയും കടന്നിരിക്കുകയാണ്. അതായത് ട്രാക്കേഴ്സ് ഞെട്ടുകയാണ്. അതായത് ഇന്നലെ 4,83,000 ടിക്കറ്റ് വിറ്റുപോയെടുത്ത് ഇന്ന് 4,66,000 ടിക്കറ്റുകൾ ഉച്ചവരെയുള്ള സമയത്ത് വിറ്റുപോയിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. തിയേറ്റർ ഒക്യുപ്പൻസി ഉച്ചവരെ 77% ഒക്യുപ്പൻസിയുമാണ് വന്നിരിക്കുന്നത്. അതായത് പ്രമുഖ ട്രാക്കേഴ്സ് കണക്കിൽ പോലും 8 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വൽ ട്രാക്കിംഗ് കളക്ഷൻ 9 കോടി കടന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് 3 ദിവസം കൊണ്ട് 30 കോടി എന്നുള്ള ആ ഒരു ടാർഗറ്റ് അതിന് മുകളിലേക്ക് പോകും. 4 ദിവസം കൊണ്ട് 40-42
12 കോടി, അതായത് എമ്പുരാൻ നേടിയ ആ ഒരു കളക്ഷൻ്റെ മുകളിലേക്ക് ഈ സിനിമ പോകുന്നു എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമേ ഈ സിനിമ നേടിയത് 9 കോടി 10 ലക്ഷം രൂപയാണ്. ഇത് ഓവറോൾ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 ദിവസത്തെ കളക്ഷനാണ്. ഈ പറഞ്ഞ നമ്മളെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. സിനിമ ഇറങ്ങി ഇന്ന് 3ാമത്തെ ദിനമാണ്. അപ്പോൾ നമുക്ക് എന്ത് റേഞ്ചിലാണ് ഈ സിനിമ ആളിക്കത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കഴിഞ്ഞ മണിക്കൂറിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഈ ഒരു സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം ഏറ്റവും പീക്ക് ടൈമിൽ 42,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെങ്കിൽ രണ്ടാം ദിനവും കഴിഞ്ഞ് 3ാം ദിനത്തിലും സിനിമയ്ക്ക് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് എന്നുള്ളതാണ് കണക്ക്. വരുന്ന വാരത്തിൽ അടുത്ത വെള്ളി ശനിക്ക് സിനിമ 300 കോടിയും കടന്നിട്ടുണ്ടാകും. അത്രത്തോളം തിരക്കാണ്. ഡൊമസ്റ്റിക് കളക്ഷൻ റിപ്പോർട്ടുകൾ തമിഴ്നാട് രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ 12 കോടി 85 ലക്ഷം രൂപയാണ് ഇന്ത്യ കളക്ഷനായി വന്നത്. കേരള കളക്ഷനായി 9 കോടി 5 ലക്ഷം രൂപ വന്നപ്പോൾ കർണാടകത്തിൽ 1 കോടി 45 ലക്ഷം രൂപ വന്നതെന്നുള്ള റിപ്പോർട്ടുകളും തെലങ്കാനയിൽ നിന്ന് 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്ന് 60 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 65 ലക്ഷം രൂപയും നേടിയപ്പോൾ ഇന്ത്യ ടോട്ടലായി സിനിമയ്ക്ക് വന്നത് 12 കോടി 85 ലക്ഷം രൂപയാണ്. ആദ്യ ദിനം 18 കോടിക്ക് മുകളിൽ നേടിയ സിനിമയ്ക്ക് രണ്ടാം ദിനം വർക്കിംഗ് ഡേയിൽ ഒരു 13 കോടിക്ക് അടുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് ഹെവി ആയിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റ് വിദേശ രാജ്യമായ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമുള്ള സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഡേ 1 ഓസ്ട്രേലിയയിൽ $216K, ഡേ 2 $217K, 2 ദിവസം കൊണ്ട് $433K ഡോളറാണ്. അതായത് $4,33,000 സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ന്യൂസിലാൻഡിൽ നിന്ന് ആദ്യ ദിനം $57K, 57,000, രണ്ടാം ദിനം $61,000. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ എല്ലാ സ്ഥലങ്ങളും കുറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എല്ലായിടത്തും കൂടുന്ന കാഴ്ചയാണ്. അങ്ങനെ $118K ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 ദിവസം ഗംഭീരമാണ്. സാറ്റർഡേ നിന്ന് കത്തിക്കുന്നു, ആളിക്കത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് ലാലേട്ടൻ എത്തിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ അതായത് ഈ ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ സിനിമ എന്നുള്ള പേരിൽ വരികയും നമുക്കറിയാം ദൃശ്യം ഫ്രാഞ്ചൈസി അത്ര ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഇത് അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നു. സിനിമ ഭയങ്കരമായി ആളിക്കത്തുന്നു. ആ ആളിക്കത്തൽ എന്ന് പറഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പോക്ക് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അതായത് ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് 100 കോടി സിനിമ എത്തുന്നു. അതായത് 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. അത് ലേറ്റാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. എന്താണേലും ഇനി വരുന്ന ദിവസങ്ങളും അതിഗംഭീരമാണ്. 26, 29 ദിനങ്ങളിൽ ബക്രീദ് ഹോളിഡേയും ഒക്കെ വരുമ്പോൾ ഗൾഫിൽ ഈ സിനിമ ആളിക്കത്തും. ഗൾഫിൽ ഒരു പക്ഷേ 100 കോടി അടിക്കുന്ന ആദ്യം മലയാള ചിത്രമായാൽ ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയാം. അമ്മാതിരി കത്തിക്കൽ ഈ സിനിമ കത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ആദ്യ വാരത്തിൽ സിനിമ 200 കോടിയിലേക്ക് എത്തും. അതായത് ഈ വരുന്ന ശനി ഞായർ കൂടി കഴിയുമ്പോൾ സിനിമ 150 കോടി സിമ്പിളായി അടിക്കും എന്നുള്ള ഉറപ്പാണ്. വരുന്ന ഒരു വീക്കെൻഡിലൂടെ സിനിമ 200-250 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമയ്ക്ക് ആദ്യ ദിനം വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിരുന്നു. അതുപോലെ തന്നെ ദൃശ്യം 1, 2, 3 തീർച്ചയായും വരുന്ന ഒരു കമ്പാരിസൺ തന്നെയാണ്. ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ 3ാമത്തെ ഫ്രാഞ്ചൈസി ആദ്യ 2-നെക്കാളും താഴെയാണെന്ന് പറയുമെങ്കിലും ജനങ്ങൾക്ക് മോഹൻലാലിനോടുള്ള ആ ഒരു ഇഷ്ടം, മോഹൻലാലിൻ്റെ ഗംഭീര പ്രകടനം, ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഈ സിനിമ ആളിക്കത്തുകയും ഒരു കാര്യം കൂടി ഉറപ്പാക്കുന്നു, വേറെ ബോക്സ് ഓഫീസിൽ ഏത് നടനേക്കാൾ മൂല്യം മോഹൻലാലിനാണെന്ന് അത് തെളിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി വരും. ഗ്രേറ്റ് മീഡിയാസ്.